വരുന്നത്. ഇത് നോർമലി നമ്മൾ സർവീസ് ചെയ്യുമ്പോഴത്തേക്കും ഒഴിക്കുന്നതാണ്. ഇത് നിങ്ങളെയൊക്കെ വണ്ടിയിൽ 2 എണ്ണം വെച്ച് എല്ലാ ഡീലർഷിപ്പിൽ നിന്ന് ഇട്ട് തരും. ഒരെണ്ണം നിങ്ങൾക്ക് ഒഴിക്കും, ഒരെണ്ണം അതിനകത്ത് ഇട്ട് തരും. അത് മാരുതി തന്നെ പറയുന്നതാണ്. ഇതിനേക്കാളിലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ പാക്കറ്റിൽ വരുന്നത്. ഹായ്, നമ്മുടെ എക്സ്റ്റാറിൻ്റെ കുറേ ആക്സസറീസ് അല്ലെങ്കിൽ കുറേ ക്ലീനിങ് കിറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിലും മാരുതിയുടെ സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ വിഷ്ണു സാർ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് തരും. സർ പ്ലീസ് ഓരോന്നും. എക്സ്റ്റാർ എന്ന് പറഞ്ഞാൽ ശരിക്കും മാരുതിയുടെ ബ്രാൻഡ്, മാരുതിയുടെ ബ്രാൻഡ് തന്നെയാണ്. മാരുതിയുടെ ഒരു വെണ്ടറാണ്. അപ്പം അതിൽ കുറച്ച് MGA മാരുതിയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ അവർക്ക് ഇവിടെ സീൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് ഐറ്റംസാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ വൈപ്പർ സൊല്യൂഷൻ തന്നെയാണ്. ഇത് നമുക്ക് പാക്കറ്റായിട്ടുള്ള ചെറിയ പാക്കറ്റായിട്ടുള്ള വൈപ്പർ സൊല്യൂഷൻ വരുന്നുണ്ട്. അതിനുപരി ഇതെന്ന് വെച്ചാൽ ഇത് കസ്റ്റമറിനെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കറ്റാണ് ഇത് വരുന്നത്. ഇത് നോർമലി നമ്മൾ സർവീസ് ചെയ്യുമ്പോഴത്തേക്കും ഒഴിക്കുന്നതാണ്. ഇത് നിങ്ങളെയൊക്കെ വണ്ടിയിൽ 2 എണ്ണം വെച്ച് എല്ലാ ഡീലർഷിപ്പിൽ നിന്ന് ഇട്ട് തരും. ഒരെണ്ണം നിങ്ങൾക്ക് ഒഴിക്കും, ഒരെണ്ണം അതിനകത്ത് ഇട്ട് തരും. അത് മാരുതി തന്നെ പറയുന്നതാണ്. ഇതിനേക്കാളിലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ പാക്കറ്റിൽ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് എനിക്ക് 200 സംതിങ് വരുന്നുണ്ട് ഇതിൻ്റെ കോസ്റ്റ് തന്നെ. ഇപ്പോൾ ഒരു ഡൗട്ട് വരുന്നത്, നമ്മൾ സാധാരണ കടകളിൽ പോയി കഴിഞ്ഞാൽ, കാറുള്ള ഒരാൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഷാമ്പു ചോദിച്ചാൽ കടക്കാരൻ തന്നെ പറയും വണ്ടി കഴുകാനാവില്ലേ. അതെ, അതേപോലെ വൈപ്പർ ഫ്ലൂയിഡിൽ ഒഴിക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നതായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? നോർമൽ ഷാമ്പു അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ നമ്മൾ യൂസ് ചെയ്യണം. വൈപ്പർ സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് വന്നിട്ട് നമ്മുടെ ഗ്ലാസ്സിനെ വൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വൈപ്പറിൻ്റെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലി കട്ടിയുള്ളൊരു സോപ്പ് ഓയിൽ അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഗ്ലാസ്സിലൊരു എന്താ പറയുക ഒരു പാട് അല്ലെങ്കിൽ ഒരു കറ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിന് അനുപാതികമായിട്ട് ഇതിൻ്റെ തേയ്മാനം, വൈപ്പറിൻ്റെ തേയ്മാനം, വൈപ്പർ ബ്ലേഡ് തേഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പരമാവധി അത് അവോയ്ഡ് ചെയ്യണം നല്ലത്. അതെ, ആ പ്രൈസിന് നമുക്കിത് വാങ്ങാൻ സാധിക്കും. അതെ, തീർച്ചയായിട്ടും. വൈപ്പർ ബ്ലേഡ് വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു എന്താ പറയുക 1000-1200 വരുന്നുണ്ട്. ഇച്ചിരി കൂടിയ വണ്ടിയുടെയൊക്കെ വൈപ്പർ ബ്ലേഡ്, ഇതേപോലെ തന്നെ ബ്രസേക്ക് നമ്മൾ വണ്ടി സർവീസിന് പോകുന്ന സമയത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങാം. ചെറിയ കോസ്റ്റാണ് വരുന്നത്. ഈ പാക്കറ്റിന് ആകെ 10 രൂപ എന്തോ റേഞ്ചാണ് വരുന്നത്. ഒന്ന് ചോദിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എക്സ്റ്റാറിൻ്റെ സ്ക്രീൻ വാഷ് കോൺസെൻട്രേറ്റ് നമുക്ക് തന്നെ ആഡ് ചെയ്യാവുന്ന റൈറ്റാണ്. സോ ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് വരുന്നത് നോർമലി കസ്റ്റമറിൻ്റെ യൂസ് പ്രകാരമായിട്ടുള്ള കുറച്ച് കാര്യം. മൈക്രോ ഫൈബർ ക്ലോത്ത് വരുന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയുക മൈക്രോ ഫൈബർ ക്ലോത്തും നോർമൽ ക്ലോത്തും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വണ്ടിയിലുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെറിയ ഡസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ആ ഡസ്റ്റോടെ വെച്ചാണ് ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് വരാൻ ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ്. പിന്നെ നമുക്ക് വരുന്നത് AC ഫിൽറ്റർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ AC ഫിൽറ്റർ. അത് ക്യാബിൻ ഫിൽറ്റർ എന്ന് പറയും. എക്സ്പ്രസോയ്ക്ക് വരുന്നതാണ്. ഇതിന് 325 രൂപ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് ഫസ്റ്റ് സർവീസിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാ കസ്റ്റമേഴ്സിനെയും ഇൻറ്റിമേഷനും ചെയ്യുന്നുണ്ട്. നമുക്ക് AC ഫിൽറ്റർ, ക്യാബിൻ ഫിൽറ്റർ വരുന്നില്ല, നമുക്കിത് മാറണമെന്നുള്ള രീതിയിലും അവർക്ക് ഇൻറ്റിമേഷൻ കൊടുക്കുന്നുണ്ട്. വൺസ് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് മാറി വിടുന്നുണ്ട്. പിന്നെ ഹിഞ്ച് ലൂബ് എന്ന് പറയും. നമ്മുടെ എല്ലാവരും ഡോറിൽ ഗ്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ ഡോറിൻ്റെ ഹിഞ്ചസിൽ ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഗ്രീസ് എത്രത്തോളം നമ്മൾ ഗ്രീസ് ചെയ്യും അത്രത്തോളം അതിൽ പൊടി പറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഒഴിവാക്കി കളയാനും പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ സെയിം ഗ്രീസിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ ഒരിക്കലും പൊടിയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇതാണ് നമ്മൾ സർവീസിന് വരുമ്പോഴത്തേക്കും കൂടുതലും അവർ ഡോർ ഹിഞ്ചസിൽ ഉപയോഗിക്കുന്നത് ഹിഞ്ചർ ലൈഫ് എന്ന് പറയും. ഡിസ്പ്ലേയിൽ കുറച്ച് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു കമ്പൈൻഡ് കിറ്റായിട്ട് കിട്ടുന്നുണ്ട് തോന്നുന്നു. അതെ, അത് നമുക്ക് വാഷിങ്ങിൻ്റെ കമ്പൈൻഡ് കിറ്റാണ് ഈ പറയുന്ന കാര്യം. ഇതിനകത്ത് നമുക്കൊരു വണ്ടി വാഷ് ചെയ്തിട്ട് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയലാണുള്ളത്. ഇതിനകത്തൊരു സോപ്പ് ഓയിൽ ഉണ്ടാവും, ഒരു കാർ പോളിഷ് ഉണ്ടാവും. പോളിഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ പറയുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാന്നുള്ളൊരു പോളിഷിങ് മെറ്റീരിയലാണ്. പിന്നെ ഈ നമ്മുടെ ഈ ഡാഷ്ബോർഡ് അതുപോലെ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ഒരു ക്ലോത്തും ഉണ്ടാവും. എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്? 600 സംതിങ് ആണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിൽ കാറിനകത്തുള്ള ഒരു സ്മെല്ല് ആയിട്ടുള്ള നമ്മുടെ പെർഫ്യൂം അല്ലാത്ത രീതിയിലുള്ളൊരു ഇതാണ്. പെർഫ്യൂമാണ്, പക്ഷേ ലിക്വിഡായിട്ടുള്ള പെർഫ്യൂമാണ്. നമുക്കിത് റൂഫിൽ കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് അങ്ങനെ ഒരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യയിൽ ക്ലീനർ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. നമ്മുടെ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു ഈസി മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ.